അസ്സലാമലൈക്കും. 2-3 ദിവസമായിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ 3 മക്കൾക്കും അസുഖമായിരുന്നു. വൈറൽ ഫീവറാണ്. പകർന്ന് ഓരോരുത്തർക്ക് മാറി മാറി പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കായിരുന്നു. അപ്പോൾ അസുഖത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചു. ഖുർആൻ പറയുന്നത് അസുഖങ്ങൾ ഒരു ടെസ്റ്റാണ്, ടെസ്റ്റ് ഓഫ് പേഷ്യൻസ്, നമ്മളുടെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണമാണ്. അതുപോലെ തന്നെ ഒരു മുള്ളു കുത്തിയാൽ പോലും അത് നമ്മളുടെ പാപങ്ങൾ തുടച്ചു നീക്കുന്നു എന്നും പറയുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യത്തിലും നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അറിയിപ്പുണ്ട് അല്ലേ? നമ്മുടെ ഫോൺ ചാർജ് തീരുമ്പോൾ നമുക്ക് അറിയിപ്പ് കിട്ടും. അതേപോലെ തന്നെ രോഗങ്ങൾ വരുന്നത് ഒരു സൂചനയാണ്. നമ്മുടെ ആത്മാവ് നമ്മളോട് ജാഗ്രതയുള്ളവരായിരിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവികമായ ഒരു ഓർമ്മപ്പെടുത്തലാണത്. ചിന്തിക്കാനും തിരിച്ചു പോകാനും. രോഗമൊരിക്കലും നമ്മുടെ ശത്രുവല്ല, മറിച്ച് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരു മാലാഖ നമ്മുടെ തോളിൽ തട്ടി പറയുന്നത് പോലെ നിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ എല്ലാ കാലവും ഇവിടെ ഉണ്ടാകില്ല. ഈ ജീവിതത്തിന് ഒരു സതുദ്ദേശമുണ്ട്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം അസുഖം വരുമ്പോൾ ആരും അതിനെ നെഗറ്റീവായി കരുതാതെ അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുന്നറിയിപ്പാണെന്ന് കരുതുക. അള്ളാഹു സുബ്ഹാനഹു തആലയോട് നന്നായിട്ട് അടുക്കാനുള്ള ഒരു അവസരമാണത്. നമ്മുടെ ശ്രേഷ്ഠാവിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. നിങ്ങൾ പരലോക ജീവിതത്തിൽ ശരിക്കും വിശ്വസിക്കുന്നവർ ആണെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സമാധാനത്തിലേക്കും വെളിച്ചത്തിലേക്കും സ്വർഗത്തിലേക്കുമുള്ള ഒരു പാതയിലാണ് നിങ്ങൾ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗം ഒരിക്കലും ഒരു ഭാരമായി തോന്നില്ല, മറിച്ച് ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് അനുഭവപ്പെടും.